നമസ്കാരം. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ഗോപാലകൃഷ്ണൻ IASന്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളം. ഇത് വ്യക്തമാക്കുന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. ഗോപാലകൃഷ്ണന്റെ ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഫോൺ നിരവധി തവണ ഫോർമാറ്റ് ചെയ്താണ് പോലീസിന് മുന്നിൽ ഹാജരാക്കിയത്. ആദ്യം യഥാർത്ഥ ഫോൺ ഹാജരാക്കാതിരുന്നതിന് ശേഷമാണ് പിന്നീട് ഫോൺ ഹാജരാക്കിയതും. ഫോൺ ഹാക്ക് ചെയ്തെന്ന് കാണിച്ച് പരാതി നൽകുന്നതിന്റെ തലേ ദിവസം ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഇതെല്ലാം സംഭവത്തിൽ ഗോപാലകൃഷ്ണന്റെ കള്ളങ്ങളെ പൊളിക്കുന്നതാണ്. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയ ഒക്ടോബർ 31-ന് ഫോൺ ഫോർമാറ്റ് ചെയ്തെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ അവകാശവാദം. എന്നാൽ ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് നവംബർ 4-നാണ്. ഫോൺ ആദ്യമായി ഫോർമാറ്റ് ചെയ്തതാകട്ടെ പരാതി നൽകുന്നതിന്റെ തലേന്ന് നവംബർ 3-നായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഗോപാലകൃഷ്ണൻ ഫോൺ കൈമാറാൻ തയ്യാറായില്ലെന്ന ഗൗരവമുള്ള പരാമർശവും റിപ്പോർട്ടിലുണ്ട്. പോലീസ് ഫോൺ ആവശ്യപ്പെട്ടപ്പോൾ ഗോപാലകൃഷ്ണൻ മറ്റൊരു ഫോൺ ഹാജരാക്കി. വാട്സ്ആപ്പ് ഉപയോഗിച്ചിരുന്ന സിം S711B DS സാംസങ് ഫോൺ ഹാജരാക്കിയത് പിന്നീടാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. നിരവധി തവണ ഫോർമാറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് ഫോൺ ഹാജരാക്കിയത്. ഒന്നിലധികം തവണ ഫോർമാറ്റ് ചെയ്തതിനാൽ തെളിവുകൾ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതെല്ലാം ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശങ്ങളെ ദുരൂഹമാണെന്നാണ് അടിവരയിടുന്നത്. ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് DGP ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഗോപാലകൃഷ്ണനെതിരായ നടപടി മയപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. നേരത്തെ ചാർജ് മെമ്മോയിൽ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. ഗുരുതരമായ പിഴവുകളാണ് ചാർജ് മെമ്മോ തയ്യാറാക്കിയതിൽ ഉണ്ടായിട്ടുള്ളത്. പോലീസിൽ നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ പോലുമില്ല. തെളിവ് നശിപ്പിച്ചത് കുറ്റമായി മെമ്മോയിൽ പറയുന്നുമില്ല. നേരത്തെ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാകില്ലെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. വിഷയത്തിൽ അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലായിരുന്നു പരാമർശം. സുപ്രീം കോടതി വിധികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു റിപ്പോർട്ട്. ഗ്രൂപ്പിൽ ചേർത്ത വ്യക്തികൾ പരാതി നൽകിയാൽ മാത്രമേ കേസ് നിലനിൽക്കൂ. മറ്റൊരാൾ പരാതി നൽകി എന്നതുകൊണ്ട് കേസ് നിലനിൽക്കില്ല. അത്തരം പരാതികളിൽ കേസെടുക്കുന്നതിന് നിയമ തടസ്സമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന വിവാദമുയർന്നപ്പോൾ തന്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ നൽകിയ വിശദീകരണം. എന്നാൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഫോറൻസിക് പരിശോധനയിലും വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെ ഗോപാലകൃഷ്ണനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നന്ദി.